Good morning, all. I invite Kavita to say a prayer today. Good morning, ma'am. Good morning to all. ജന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. Good morning, all. I invite Jishamis and all my dear friends to today's class. Thank you. I invite Rosemary to today's thought. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും നേടിയെടുക്കാൻ നമുക്ക് നല്ല പരിശ്രമത്തിലൂടെ ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്.
ഹലോ ഫ്രണ്ട്സ്, ക്ലാസ്സില്ലേ? നെറ്റ് പോയാണെന്ന് അറിയാനാ. Good morning. Good morning, miss. Prayer എല്ലാം കഴിഞ്ഞോ? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ? ലീഡ് Yes, ചെയ്തോ? ma'am. കഴിഞ്ഞു. Prayer ഒക്കെ കഴിഞ്ഞു. ക്ലാസ് ലീഡ് ചെയ്യായിരുന്നല്ലോ. ഇടവരെയായി നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു? എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിരുന്നു മാം എടുത്തത്. അതിനകത്ത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി കഴിഞ്ഞു. അടുത്ത പാർട്ട് എടുക്കണം. കീ ഫാക്ടേഴ്സ് ആണോ ലാസ്റ്റ് പറഞ്ഞത്? 5 കീ ഫാക്ടേഴ്സിനെ കുറിച്ചാണോ പറഞ്ഞേ? അതെ അതെ അതെ. ഷെയർ ചെയ്യണോ PDF? ടെസ്റ്റ് ഉണ്ടോ മാം? ടെക്സ്റ്റ് ഉണ്ട്, എല്ലാ അടിയിലും ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി ഇല്ലെങ്കിൽ പറയണേ, ഷെയർ ചെയ്യാനാണ്. ഓക്കെ ഫ്രണ്ട്സ്, സോ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ആ 5 കീ ഫാക്ടേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതിന്റെ ലാസ്റ്റ് ഇത് കൂടാതെ എഡ്യൂക്കേഷൻ സിറ്റുവേഷനിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബാക്കി കാര്യങ്ങൾ ആ 5 കീ ഫാക്ടേഴ്സ് കൂടാതെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് എന്തെല്ലാം സ്കോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. 7 പോയിന്റ്സ് പ്ലീസ്. യെസ്, അതിലേക്ക് ഞാൻ വായിക്കാം. Through the entire scope of educational situations, psychology is included in the above mentioned 5 key factors. അതാണോ മിസ്സേ? അതാണോ? അതെ അതെ, അതിന് മുമ്പ് വരെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? 5 കീ ഫാക്ടേഴ്സ് പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞത്? Okay. It may be further expanded by adding the following. First point, it studies human behavior in educational situations. Psychology is the study of behavior, and education deals with the alteration of behavior. Hence, educational psychology pervades the whole field of education. Second point, it studies the growth and development of the child. How the child passes through the various stages of growth and what are the characteristics of each stage and included in the study of educational psychology. Third point, to what extent heredity and environment provide towards the growth of the individuals and how this knowledge can be made useful bringing about the optimum development of the child from a salient features of the scope of educational psychology. Fourth point, educational psychology deals with the nature and development of the personality of an individual. In fact, education has been defined as the all-round development of the personality of an individual. Personality development also implies a well-adjusted personality. Fifth point, it studies individual differences. Every individual differs from every other individual. It is one of the basic facts of human nature which have been brought to light by educational psychology. This one fact has revolutionized the concept and process of education. Sixth point, it studies nature intelligence and its measurement. This is of utmost importance for a teacher. Seventh point, it provides guidance and counseling. Education is nothing but providing guidance to the growing child. മതി മിസ്സേ? ഇനി വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അതിന്റെ ഇമ്പോർട്ടൻസ് ആസ് എ ടീച്ചർ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസും, കാരണം അതുകൊണ്ട് കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ കണ്ടീഷൻ ചെയ്യുവാണ്. ആ ബിഹേവിയർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ലേണിംഗ് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കുട്ടിയെ നല്ലൊരു ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് പ്രോപ്പർ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ കിറ്റ് തന്നെയാണ് സൈക്കോളജി. അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് അതിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്, ഒരു
ടൂളാണ് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി ഇറ്റ്സെൽഫ് നമുക്കറിയാം സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ബിഹേവിയറിന്റെ ഓൾട്ടറേഷൻ, അതിനെ ഡീൽ ചെയ്യുന്നതാണ്. ആ ബിഹേവിയറിനെ നല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ശരിയാക്കി എടുക്കുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു ഹോൾ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്റെ എല്ലാ ഫീൽഡിലും, അത് ചെറിയ ക്ലാസ്സുകളിലല്ല, എല്ലാ തലങ്ങളിലും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എവിടെ വരെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഇതിങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഒരു കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റും സ്റ്റഡി ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. കുട്ടി പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും പല സ്റ്റേജസിലും കൂടെ കടന്നു പോകുന്നു. ആ ഓരോ സ്റ്റേജും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സ്റ്റഡിയുടെ ഭാഗമാണ്. നമ്മൾ പല സൈക്കോ അനാലിസ്റ്റുകളുടെ തിയറി, അവരുടെ ഒബ്സർവേഷൻസ്, ഡെവലപ്മെന്റ് സ്റ്റേജസിനെ കുറിച്ചുള്ള അവരുടെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്ത് പോയപ്പോൾ നമ്മൾ കണ്ടു അവരെല്ലാം ഏജ് വൈസ്, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, അഡൽട്ട്ഹുഡ്, അങ്ങനെ മിഡിൽ അഡൽട്ട്ഹുഡ്, അങ്ങനെ ഓൾഡ് ഏജ് വരെയുള്ള കാര്യങ്ങളെല്ലാം, ഒരു എൻറ്റയർ ലൈഫ് സ്പാനിന്റെ മനുഷ്യായുസിന്റെ മുഴുവൻ സമയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ടു. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈവൻ നമ്മുടെ സ്വന്തം വളർച്ചകൾ തന്നെ നമുക്ക് ഓർമ്മയുള്ള കാലങ്ങളിലെ പലതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ മുന്നിലുള്ള കുട്ടികളുടെ പല രീതികളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി, അല്ലെ? ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയുടെ നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഡീല് ചെയ്യുന്ന ഒരു ടൂളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്ട് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല. നമ്മൾക്ക് അവയർനെസ് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ ലേൺ ചെയ്ത് അനലൈസ് ചെയ്ത് അതൊരു നോളജ് ആക്കി വെക്കുന്നു. നമുക്ക് ആവശ്യം വരുമ്പോൾ ആ നോളജ് നമ്മൾ എന്തിലേക്കെങ്കിലും അപ്ലൈ ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങാൻ മാത്രമുള്ള ഒരു കാര്യമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ആണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എഡ്യൂക്കേഷൻ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. നമുക്കറിയാം, ഒരു വ്യക്തി പല അറിവുകൾ നേടിക്കഴിയുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വരും. അയാളുമായിട്ട് ഇടപഴകുന്ന ആളുകളിലേക്കും ആ ഒരു റിഫ്ലക്ഷൻസ് വരും, അല്ലെ? ആ ഒരു ചേഞ്ചസ്. യെസ്, അയാളെ റോൾ മോഡലാക്കി നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാളെ ഒരു റോൾ മോഡലാക്കി നമ്മൾ അയാളെ പോലെ അല്ലെങ്കിൽ അതിലും ബെറ്റർ ആയിട്ട് നമ്മുടെ വേർഷനെ നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അതിന് സപ്പോർട്ട് വേണം, നമ്മളുടേതായ സപ്പോർട്ട് വേണം. നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും തന്നെയും നമ്മൾക്ക് ജോലിയിടങ്ങളിൽ, പഠിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ പല വിധത്തിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ആ ഓരോരോ സിറ്റുവേഷൻസുമായിട്ട് കോപ്പപ്പ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അഡാപ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകണം. സോ ഒരു വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകളെ നമ്മൾ കളിയായിട്ട് പറയില്ലേ, ഇത്ര പഠിച്ചിട്ട് എന്താ കാര്യം, ഒരു വിവരവുമില്ല. അത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സബ്ജക്ട് സ്റ്റഡി അല്ല എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണത്. ആ പഠിക്കുന്ന കാര്യങ്ങൾ അയാള് ലേണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, വെറുതെ സ്റ്റഡിങ് അല്ല, ലേണിംഗ് ചെയ്ത് അത് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുപോയി പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ 10-20 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഒരുപോലെ ആവണമെന്നില്ല. എന്നോട് പലരും ചോദിക്കും, എനിക്ക് ജോലി കിട്ടി ഒരു സ്കൂളില്, ഞാൻ എന്താ ചെയ്യട്ടെ എന്ന്. ഐ ഡോണ്ട് നോ, നിങ്ങൾ ആ സ്കൂളിൽ പോയി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ആ കുട്ടികളെ കണ്ടിട്ടില്ല. ആ കുട്ടികൾക്കനുസരിച്ചാണ് നമ്മൾ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും, കുട്ടികൾ എനിക്ക് ടെൻഷൻ ആവുന്നു, ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത്, അത് അവരുമായിട്ട് നല്ല രീതിയിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക, അവരുമായിട്ട് ഇടപെടുക. അപ്പൊ അവര് തന്നെ കാണിച്ചു തരും എന്തവർക്ക് വേണം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു സ്കൂളിൽ ചെന്ന് ഞാൻ എന്താ അവരെ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങളാണെങ്കിലും വേറൊരാൾ ചോദിച്ചാൽ നിങ്ങൾക്കും അതേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇന്ന സ്കൂളിൽ പോയപ്പോൾ അവിടെ ഇത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, കുട്ടികൾ പലരും ഈ ഒരു രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ ഓരോരുത്തരെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ഞാൻ അവരുടെ രീതികൾക്ക് അനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്ത്, ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാ കുട്ടികളെ കാണുന്നത്, നമ്മളെല്ലാ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്
ആ വ്യക്തി തന്നെ മനസ്സിലാക്കണം എങ്ങനെ എനിക്ക് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസിന് സ്റ്റഡി ചെയ്യുന്ന ഒന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽസും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മളിപ്പോ ഇവിടെ 23 പേര് ഇവിടെ ഉണ്ട്. നമ്മൾ 23 പേരും ഡിഫറെന്റ് തന്നെയാണ് അല്ലെ. ഒരാളെ പോലെ തന്നെ മറ്റേയാൾ, ഒരാളുടെ പോലെ ചിന്താഗതി തന്നെ മറ്റേയാൾക്ക്, ഒരാളുടെ അതേ ആറ്റിറ്റ്യൂഡ് മറ്റേയാൾക്ക്, ഒരാളെ പോലെയുള്ള ഇന്റലിജൻസ് മറ്റേയാൾക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മറ്റേയാളെ ട്രീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എല്ലാ കാര്യങ്ങളിലും. സോ അതുകൊണ്ട് കുട്ടികളെല്ലാം യുണീക്കാണ്. ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്യണം. പലപ്പോഴും എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതാണ്. അതായത് ഈ എന്താ പറയാ, കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി. ശരിക്കും 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ പലപ്പോഴും ടീച്ചർമാര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. 30, 40, 50, ഞാനൊക്കെ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളെ ഡീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് എന്നുവെച്ചാൽ നമുക്കിപ്പോ ഒരു ട്രെയിനിങ് സെഷൻ എടുക്കാൻ 100, 200, 300 പേരോ ആയാൽ കുഴപ്പമില്ല, കാരണം അവർ അതിനു വേണ്ടി വരുന്നവരാ. അതേസമയം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുമ്പോൾ സംഭവം ഫോഴ്സ്ഫുള്ളി വരുന്നവരുണ്ടാവും, താല്പര്യമില്ലാണ്ട് വരുന്നവരുണ്ടാവും, പല തരത്തിലുള്ള അഗ്രസീവ്നെസ് ഉണ്ടാവും. നമ്മളൊരു ട്രെയിനിങ് സെഷൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താല്പര്യമുള്ളവരാണ് വന്നിരിക്കുന്നത്. അത് 500, 1000 പേരായാലും ടെൻഷൻ ഇല്ല. പക്ഷേ 20 പേരെന്നുള്ളത് 40, 50, 60 ആകുമ്പോൾ നമുക്ക് 40 മിനിറ്റാണ് ഒരു പീരീഡ് കിട്ടുന്നത്. ഒരു 40 കുട്ടിയാണെങ്കിൽ പോലും 1 മിനിറ്റ് ഒരു കുട്ടിക്ക് നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കുറെ കാര്യങ്ങൾ അറ്റൻഡൻസും അതും ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ അരമണിക്കൂറേ ബാക്കിയിട്ടുള്ളൂ. ഈ ഹാഫ് ആൻ അവർ കൊണ്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ ടാസ്ക്. അവിടെയാണ് ടീച്ചറുടെ ഒരു പൊട്ടൻഷ്യൽ വരുന്നത്. അതുകൊണ്ടാണ് ടീച്ചറെ ഒരു പൊട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ 40 പേരാണെങ്കിലും ആ ഒരു ടീച്ചർക്ക്, 50 ആണെങ്കിലും ആ ഒരു ടീച്ചർക്ക് എല്ലാരെയും കൺസേൺ, ആ ഒരു കൺസിഡർ പരിഗണിക്കാൻ പറ്റുകയും എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ആ ടീച്ചറിന്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ, കഴിവ് തന്നെ. അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ശരിക്കും സ്റ്റുഡന്റ് ടീച്ചർ പ്രൊപ്പോർഷണാലിറ്റി വേണ്ടത് ഇതാണ്. 20:1 ആണ്. 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നാണ്. എക്സാമിനേഷൻ ഹാളിൽ അത് അവര് മെയിൻറ്റെയിൻ ചെയ്യും. എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ 21 പേരുണ്ടെങ്കിൽ അവിടെ 2 ടീച്ചർ ഉണ്ടായിരിക്കും. പക്ഷെ ക്ലാസ് എടുക്കുന്നതിന് ആ കാര്യമില്ല. മാക്സിമം കുട്ടികളെ കുത്തി നിറയ്ക്കും ഒരു ക്ലാസ് റൂമിലേക്ക്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 50 പേരായിരുന്നു ക്ലാസ്സിൽ. ഞാനിപ്പോ ആലോചിക്കുക ടീച്ചർമാർ എങ്ങനെ മാനേജ് ചെയ്യും. മേ ബി 1, 2 പേരൊക്കെ ആബ്സെന്റ് ആവുള്ളൂ. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഫുൾ പ്രസന്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല സ്ട്രഗിൾ ചെയ്യും. തിയറി എടുക്കുന്നത് പ്രശ്നം ഉണ്ടാവില്ല. ഈ മാത്സ് ഒക്കെ എടുക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. കാരണം പല കുട്ടികളുടെയും ഇന്റലിജൻസ് ലെവൽ പലതായിരിക്കും, പലരുടെ സ്പീഡ്, റിയാക്ഷൻ ടൈം പലതായിരിക്കും. ചിലർ പെട്ടെന്ന് ചെയ്തു തീർക്കും, ചിലർക്ക് സമയം എടുക്കും, ചിലർക്ക് ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാവരെയും ആ കുറഞ്ഞ സമയത്തിൽ ആ ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ ഇറ്റ്സ് വെരി ടഫ്. അതുകൊണ്ട് നമുക്ക് ടീച്ചർമാരെ ഇങ്ങനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട റിസോഴ്സസ് നല്ല രീതിയിൽ തന്നെ കൊടുത്താൽ മാത്രമാണ് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ഇപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. ആ ഒരു നമ്മൾ ആ ഹ്യൂമൻ നേച്ചർ, ആളുകളുടെ സ്വഭാവം രൂപീകരണം തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് എഡ്യൂക്കേഷന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നേച്ചർ ഇന്റലിജൻസിന്റെ സ്റ്റഡിയും അതിന്റെ ഒരു മെഷർമെന്റും കൂടിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. നേച്ചർ ഇന്റലിജൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒരു ടൈപ്പാണ്. അതായത് ഒരു മനുഷ്യനുണ്ടാകേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ടല്ലേ, ലൈക്ക് മനുഷ്യരോടാണെങ്കിലും മൃഗങ്ങളോടാണെങ്കിലും എന്ത് ജീവനുള്ള ജീവജാലങ്ങളോടാണെങ്കിലും പെരുമാറേണ്ട ഒരു രീതി, എമ്പതിയോടുകൂടി, സ്നേഹത്തോടുകൂടി. ചില കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ, ഉറുമ്പിനെയൊക്കെ അങ്ങ് ചവിട്ടി അരയ്ക്കും, പട്ടിയെ കണ്ട കല്ലെടുത്തെറിയും, പൂച്ചയെ ഓടിച്ചിട്ട് പിടിക്കും, അങ്ങനെയൊക്കെ പിടിച്ചു വലിക്കും, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ അലമെന്റ്സിലേക്ക് കാണുമ്പോൾ ഉപദ്രവിക്കും അല്ലെ. അപ്പോ നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ എങ്ങനെ പ്രകൃതിയോട് പെരുമാറുന്നു, അതായത് ആ ഒരു എമ്പതി ഉണ്ടോ, എല്ലാത്തിനോടും കൺസേൺ ഉണ്ടോ, നമ്മൾ ചുറ്റുപാടുമുള്ള ആളുകളോട് ആ ഒരു ഇന്റലിജൻസ് ആണ് പറയുന്നത്. അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, പിന്നെ അത് മാത്രമല്ല നമ്മളുടെ
ഭൂമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മഴ പെയ്യുമ്പോൾ ക്യൂരിയോസിറ്റി, ഭയങ്കരമായിട്ട് വെയിൽ വരുമ്പോൾ മേഘങ്ങൾ ഇങ്ങനെ ഉരുട്ടുകൂടുമ്പോൾ, അങ്ങനെ പല പല കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ക്യൂരിയോസിറ്റി. അവര് നേച്ചറിനെ ഇങ്ങനെ നോട്ടീസ് ചെയ്യും. ചില ആളുകൾ അങ്ങനെയാണ്, നേച്ചറിനെ നോട്ടീസ് ചെയ്യും, പ്ലാന്റ്സിനോട് സംസാരിക്കും, അനിമൽസിനോട് സംസാരിക്കും, അവരെ ടേക്ക് കെയർ ചെയ്യും. അങ്ങനെ ഇവരൊക്കെയാണ് ഇത് എമ്പതി വരുന്നത്, ആ ഒരു സഹാനുഭൂതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റഡിയും കൂടിയാണ്. കാരണം മനുഷ്യരുടെ സ്വഭാവത്തിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് ആണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് മനുഷ്യർക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവര് നേച്ചറെ ശ്രദ്ധിക്കുന്ന, നേച്ചറെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളത്. പ്ലാസ്റ്റിക് ഒക്കെ അവിടെ അവിടെ കുഞ്ഞു കൂടി കിടക്കുന്ന കാണുമ്പോഴേക്ക് ദേഷ്യം വരിക, വേസ്റ്റ് കൂടി കിടക്കുന്ന കാണുമ്പോൾ ദേഷ്യം വരിക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഒരു ആക്ടിവിസ്റ്റിനെ പോലെ ചെടികളെ പരിപാലിക്കുക, മരം നട്ട് വളർത്തുക, പിന്നെ മൃഗങ്ങളെ പരിപാലിക്കുക, അതുങ്ങളെ വളർത്തുക, അങ്ങനെ മനുഷ്യരോടും അതേപോലെ തന്നെ അവരെയൊക്കെ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതിന് പറയുന്നതാണ് നേച്ചർ അല്ലെങ്കിൽ നാച്ചുറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതൊരു ടീച്ചറെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അങ്ങനെയുള്ള കുട്ടികൾക്കാണ് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ അവർ അടിപിടി നശിപ്പിക്കല് ഒക്കെ ഉണ്ടാവും അവരുടെ ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ഗൈഡൻസും കൗൺസിലിംഗും പ്രൊവൈഡ് ചെയ്യും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരുന്ന ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബിഹേവിയറിനെയാണ് ഡീൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജി ആ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ, ആ ലേണറുടെ, പഠിക്കുന്ന കുട്ടിയുടെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഡീൽ ചെയ്യും. അതാണ് ആ ഒരു ഡിഫറൻസ്. ഓക്കെ, പിന്നെ 5 പോയിന്റ്സ് എഡ്യൂക്കേഷൻ സൈക്കോളജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ രീതി എന്താണെന്നുള്ളത് 5 പോയിന്റ്സ് ഒന്ന് വായിക്കാമോ? While general psychology deals with the behavior of the individual in a general way, educational psychology is concerned with the behavior of the learner in an educational setting. First one, its nature is scientific as it adopts the method of systematic inquiry and scientific approach as used by science. Second one, educational psychology is functional and in its character and it is not therefore concerned with the content of the subject. Third one, it is an applied positive science as it studies facts of behavior and describes the laws guiding them. Fourth one, it is not a normative science as it is not concerned with the value of education. Fifth one, educational psychology is a growing science. ഓക്കെ, തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലെ? കാരണം ഇത് സൈക്കോളജിയുടെ ഒരു പോസിറ്റീവ് ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്. അപ്ലൈ ചെയ്തുകൊണ്ട് അപ്ലൈഡ് സയൻസ് ആണ്. പിന്നെ ഇത് സയന്റിഫിക് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല, ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പൊ ഇതൊരു സയന്റിഫിക് ആണ്. അല്ലെങ്കിലും സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ്. നമ്മൾ ഓൾറെഡി തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ പോകുന്ന ഒരു സയൻസ് തന്നെയാണ്. അപ്പോൾ ഇത് ഫങ്ഷണൽ ആണ്. ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിനകത്ത് കോർ സബ്ജക്ട്, ഇവിടെ കുട്ടികളാണ് നമ്മുടെ സബ്ജക്ട്, അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ചൈൽഡ് ഫോക്കസ്ഡ് ആണ്, ചൈൽഡ് സെന്റേഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സയൻസ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അപ്ലൈഡ് പോസിറ്റീവ് സയൻസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു, അതുപോലെ തന്നെ അവരെ ഗൈഡ് ചെയ്യാനുള്ള സർട്ടൻ ടേംസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല, വെരി ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സയൻസ് ആണ്. ഒരു കുട്ടീനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ തിയറി മാത്രം വെച്ചിട്ട് ആ കുട്ടിയെ ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. സൈക്കോളജിയുടെ കുറെ തിയറി പാർട്ട് ഉണ്ടാവുമായിരിക്കുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവന്റെ രീതികൾക്കനുസരിച്ച് നമ്മൾ ചില ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. കാരണം എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ, സിസ്റ്റത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്, വളരെയധികം അപ്ഗ്രഡേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ പുതുതായി ചാർജ് എടുത്ത നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലേ.
അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ച കാലഘട്ടങ്ങളിൽ അതേ രീതികൾ തന്നെയാണ് ഇപ്പോഴും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും. ആ സിസ്റ്റം മാറണം, എന്നാൽ മാത്രമാണ് ഇവിടെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. അത്രയും നല്ല ഹ്യൂമൻ റിസോഴ്സസ് ഉള്ള നാടാണ്, അത്രയും അധികം പൊട്ടൻഷ്യൽ കാലിബർ ഉള്ള കുട്ടികളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കോഴ്സിനെ റീഡിസൈൻ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികളെല്ലാം മൈഗ്രേറ്റ് ചെയ്യും. എല്ലാവരും 10th +2 അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക്, UK, കാനഡ, ജർമ്മനി അങ്ങനെയൊക്കെ പോകും അല്ലെ. അപ്പം അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും കേരളം കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു വൃദ്ധസദനമായി മാറുന്നതാണ് പറഞ്ഞത് അദ്ദേഹം. എല്ലാവരും തന്നെ പറയുന്നുണ്ട്. കാരണം എല്ലാ വീടുകളിലും പ്രായമായ അച്ഛനും അമ്മയും, ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേബി പാരന്റ്സിന് ഒരു 50+ എന്തായാലും തന്നെ ഉണ്ടാകും. മിക്ക പിന്നെ അവര് പോയി അവിടെ പഠിച്ച് അവിടെ ജോലി കിട്ടി, അവര് ഫാമിലി സെറ്റിൽ ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ആവുന്നു. അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നില്ല. കാരണം അവർക്ക് എല്ലാത്തിനും ബെറ്റർ ആണ് അവിടെയൊക്കെ കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും നാട്ടിലേക്ക് വരാനായിട്ട് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ വീടുകളിലെല്ലാം ഇങ്ങനെ പ്രായമായ ആളുകൾ മാത്രം. അങ്ങനെ പ്രായമായ ആളുകൾ അവരുടെ കൊച്ചുമക്കളെ ഒന്ന് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ലായിരിക്കും. ഈ പറയുന്ന വീഡിയോ കോളിലൂടെ ഒക്കെ ആയിരിക്കും കാണുന്നത്. അങ്ങനെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഞാനൊക്കെ ഫ്യൂച്ചർ എന്നൊക്കെ പറയാം, ആ ഒത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഡിപ്പെൻസ് എന്റെ മക്കൾ എന്താ ചൂസ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. മോളുടെ കാര്യം ഓൾറെഡി സെറ്റായി. അവളെ സംബന്ധിച്ച് അവള് ട്രാവലിംഗ്, അതാണ് അവളുടെ ജോബ് വരുന്നത്, അതായിരിക്കും. അപ്പോ 30-ാം തീയതി അവള് പോവുകയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക്. അപ്പൊ അവൾ അങ്ങനെ പോയി. പിന്നെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ. അവൻ 10th ആയി. കുറച്ച് കഴിയുമ്പോൾ അവൻ എന്ത് പഠിച്ചു എങ്ങോട്ട് പോകുന്നു നമുക്കൊന്നും പറയാൻ പറ്റും. അങ്ങനെ അദ്ദേഹം പറയുണ്ടായി. ജോസഫ് അന്നക്കുട്ടി ജോസഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? വളരെയധികം നല്ല രീതിയിൽ എന്റെ ഇടവകക്കാരനാണ്, നാട്ടുകാരനാണ്. ആണോ? ഓക്കെ. അപ്പൊ പിന്നെ റോസ്മേരിക്ക് അറിയായിരിക്കും. ജോസഫ് അന്നക്കുട്ടി ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം താമസിക്കുന്ന ആ ലൊക്കാലിറ്റിയില് ചെറുപ്പക്കാരില്ല, എല്ലായിടത്തും പ്രായമായ അച്ഛനും അമ്മയും മാത്രം. കാരണം മക്കളൊക്കെ ഇങ്ങനെ വിദേശത്താണ്. അപ്പൊ ജോസഫിന്റെ പ്രായത്തിലുള്ള ഒരു സുഹൃത്ത് ജോസഫിന് അവിടെ ഉണ്ട്. അപ്പൊ ജോസഫും ഈ സുഹൃത്തുമാണ് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരായിട്ട് അവിടെ ഉള്ളത്. ജോസഫ് എവിടെയെങ്കിലും ക്ലാസ് എടുക്കാനായിട്ട് ദൂരെ പോകുമ്പോ ജോസഫ് ഈ സുഹൃത്തിനെ വിളിച്ച് അലേർട്ട് ആക്കും. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, ഇത്ര മണിയാവുമ്പോഴേ എനിക്ക് വരാനായിട്ട് പറ്റുള്ളൂ. എന്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, നിന്റെ ഒരു ശ്രദ്ധ വേണം. അത് മാത്രമല്ല, ആ ഏരിയയിലുള്ള ആളുകളും അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ആർക്കെങ്കിലും ഒരു എമർജൻസി വന്നാൽ വണ്ടി എടുക്കാനായിട്ട് ഈ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ജോസഫ് ദൂരേക്ക് പോകും. ജോസഫ് ആ ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞ അദ്ദേഹം കണക്ട് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 5 കീ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പോൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു സ്കോപ്പ് എന്താണ്? ഈ 5 കീ ഫാക്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ട് അതിന്റെ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഏരിയയിലെല്ലാം നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വരും. പിന്നെ നമുക്കറിയാം, എന്ത് സിസ്റ്റം വന്നാലും അതിന് സർട്ടൻ ചലഞ്ചസ്, ലിമിറ്റേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് വരെയുള്ള കാര്യങ്ങൾ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി തുടങ്ങിയിട്ട് ഒന്ന് വായിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 18 ബാച്ചിനും നിങ്ങൾക്കും മോസ്റ്റ് പ്രോബബ്ലി ഒരുമിച്ചാണ് ഇപ്പൊ എന്റെ പോർഷൻസ് പോകുന്നത്, ഒരുമിച്ചാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 18 ബാച്ചിന്റെ ക്ലാസ് 11:30 to 12:30 ആണ്. നിങ്ങൾക്ക് 10:30 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, 2 പേരെ ഒന്ന് കമ്പൈൻഡ് ആക്കിയിട്ട് നമുക്ക് 10:30 to അവർക്ക് 12:30 ആണല്ലോ. അത് നമുക്കൊരു 1.5 മണിക്കൂറായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നേരത്തെ എന്റെ പോർഷൻ എന്റെ മാത്രം കാര്യമാണ്, വേറെ ഒരാളുടെ അല്ല, നേരത്തെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വൈവയ്ക്ക് പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടും. അങ്ങനെ ഒന്ന് ക്ലാസ് ആക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ക്ലാസ്സസ് അങ്ങനെ പോകുവാണെങ്കിൽ അതിന് ടേം 1 എക്സാമിനേഷൻ അല്ലേ? അല്ല, ടേം 1 എക്സാമിനേഷൻ അല്ലെ? ടേം 1 എക്സാമിനേഷൻ ആണോ നിങ്ങൾ ഇപ്പൊ എഴുതാൻ പോകുന്നത്? യെസ്. ഡേറ്റ് വന്നോ? എന്താണ്?
ഓക്കെ. അപ്പൊ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ അവരോടും കൂടെ ഒന്ന് സംസാരിക്കണം. നമുക്കൊന്ന് ചെയ്യാലോ? ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനെയും എക്സാമിനെയും കുറിച്ചൊക്കെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തു. തീർച്ചയായിട്ടും ചെയ്തത്. അപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞിട്ട് വേഗം ഒന്ന് വായിക്കാൻ ആരെങ്കിലും സ്കോപ്പും ലിമിറ്റേഷൻസും. Scope of education psychology. As we saw above, the subject matter of educational psychology revolves around the 5 key factors of the educational process: the learner, the teacher, the learning process, the learning experience, the learning environment. Limitations of educational psychology. The energetic and powerful nature of human behavior sets a number of limitations to the application of psychology to solve educational problems. These limitations are limitations due to nature of educational psychology, limitations due to the nature of human behavior, limitations due to individual differences. Limitations due to limited scope of experiments on human being. Limitations due to the gap between theory and practice. ഓക്കെ, നമുക്കറിയാം ജീവനുള്ള മനുഷ്യ കുഞ്ഞുങ്ങളാണ് ഇതിൽ വരുന്ന മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. അവരില് പരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ് അല്ലെ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു രീതി നമുക്കറിയാം. പലപ്പോഴും ടീച്ചേഴ്സ് ഇപ്പൊ ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസ് നമ്മൾ പറഞ്ഞു. എത്രത്തോളം എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കണ്ടന്റ് ഡിസൈൻ ചെയ്താലും ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് അത്രയ്ക്കൊന്നും മാറാനുള്ള ചാൻസസ് ഇല്ല, വളരെ ലെസ് ആണ്. പിന്നെ ഹ്യൂമൻ ബിഹേവിയറിന്റെ നേച്ചർ, ആളുകളുടെ ബിഹേവിയർ നമ്മൾ പറഞ്ഞു. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ബിഹേവിയർ ആയിരിക്കും, ഒരു ഗ്രൂപ്പിൽ ഒരു ബിഹേവിയർ, വേറൊരു ഗ്രൂപ്പിൽ വേറൊരു ബിഹേവിയർ, ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യ മനസ്സിന് ചേഞ്ചസ് പലതും ഉണ്ടായിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൊണ്ടുള്ള ലിമിറ്റേഷൻസ്, ആ പല പല ഡിഫറൻസസ് ഉള്ള ഇൻഡിവിജ്വലിനെയാണ് ഒരുമിച്ച് ഡീൽ ചെയ്യേണ്ടത്, അതിൻ്റെതായ ലിമിറ്റേഷൻസ്. പിന്നെ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റില്ല, ജീവനുള്ള ആൾക്കാരാണല്ലോ. തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള അന്തരം, ആ ഒരു വ്യത്യാസം, അത് വലിയൊരു ഡിഫറൻസ്. തിയറിയിലെല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ ക്ലാസ്സിൽ പോയി പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ അല്ലെ, ഭയങ്കര തിയറിയൊക്കെ നമ്മൾ പഠിക്കും, പക്ഷെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടിക്കലി അതൊന്നും നടക്കുന്ന കാര്യമില്ല. നെക്സ്റ്റ്, ഇതിന്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതൊന്ന് വായിക്കാമോ? കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്യാമോ? Relevance and contribution of educational psychology. A systematic knowledge of educational psychology will be useful for the teacher in the following ways: to understand the learner, to cater the individual difference, to understand the learning process, to understand effective method of teaching, to understand development characteristics, the enable teachers for curriculum development, to render guidance services, to give guidance for the education of extraordinary children, to understand group dynamic and social behavior in classroom, to develop constructive and creative discipline, to outcomes of children, to help in measuring learning outcomes, to prepare timetable, to prepare textbooks and instructional materials, to select appropriate co-curricular activities, to know about himself. In short, educational psychology helps the teacher to become a better teacher and the learner to become a better learner. Thank you. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്, റെലവൻസും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ. നമ്മൾക്ക് ടീച്ചർക്കാണല്ലോ, നമ്മൾക്കുള്ള ടൂളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ലേണറെ മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനനുസരിച്ച് നമുക്ക് അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും.
ഒരേ കുട്ടിക്ക് ഒരേ കാര്യം തന്നെ എല്ലാ കുട്ടികളിലേക്കും കൊടുക്കണ്ട. കാരണം അവരുടെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോ കുട്ടിയും അനുസരിച്ച് നമുക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലേണിംഗ് പ്രോസസ്, ഏത് രീതിയിലുള്ള ലേണിംഗ് മെത്തേഡ് പ്രോസസ്, അതുപോലെ തന്നെ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ആ ഒരു ലേണിംഗ് പ്രോസസ്സും എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും മനസ്സിലാവും. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, മലയാള അക്ഷരം പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പഠിച്ചത് ആ തന്നെയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് കുറേയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചടങ്ങാണല്ലേ, അത്രയും ചുറ്റലും മുളക്കിലും ഒക്കെ ഉണ്ട് ആയിട്ട്. പക്ഷെ പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 years ബാക്ക്, 10 or 15 years ബാക്ക്, ഞാനൊരു ടീച്ചറുമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോ, ആ ടീച്ചർ വെക്കേഷൻ ടൈം ആയിരുന്നു, അവർക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ട്, അതിന് പോയതാണ്, മലയാളം ടീച്ചർ. ആ ടീച്ചർ പറയുമായിരുന്നു, കുട്ടികളെ ഇനി മുതൽ ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അവരെ ദാ പഠിപ്പിക്കും, റാ പഠിപ്പിക്കും, രാ പഠിപ്പിക്കും, എന്നിട്ട് ആയിലേക്ക് പോകും. അപ്പൊ നോക്കുമ്പോ ഈ അക്ഷരങ്ങളൊക്കെ മിക്സ് ചെയ്തൊരു ലെറ്റർ ആണ് എന്ന് പറയുന്നതല്ലേ, എന്നിട്ട് ആയിലേക്ക് പോകുക ടീച്ചർ പറയും. അങ്ങനെയാകുമ്പോ കുട്ടികൾ പെട്ടെന്ന് പഠിക്കും. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലെ? സ്ലാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ട്രേറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ലൈൻസ് ആദ്യം പഠിപ്പിക്കും, എന്നിട്ടാണ് ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഓർഡറിൽ തന്നെയാണോ പഠിക്കുന്നത് എനിക്കറിയില്ല. ABCD ആ ഓർഡർ തന്നെയാണോ അതോ വേറെ അങ്ങനെയാണോ അറിയില്ല. മലയാളം ടീച്ചർ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ് മനസ്സിലാക്കാനും എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു ഏജിലെ കുട്ടികൾ ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഏജിൽ ഇങ്ങനെയായിരിക്കും, ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളുടെയും എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കരിക്കുലം, സിലബസ് ഡിസൈൻ ചെയ്യാനായിട്ട്, അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനെ ഇനേബിൾ ചെയ്യും. നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിലെ ഓതേഴ്സ് ഒക്കെ മിക്കവാറും ടീച്ചർമാരൊക്കെ ആയിരിക്കും. പിന്നെ ഗൈഡൻസ് സർവീസ്, ആവശ്യത്തിനുള്ള ഗൈഡൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചുള്ള ഗൈഡൻസ്, അവരെ പ്രത്യേകം രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിലെ നല്ല ഗ്രൂപ്പ് ഡൈനാമിക്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസും, ക്ലാസ് റൂമുകളിലുള്ള കുട്ടികൾ സോഷ്യലൈസ് ചെയ്യുന്നതും അതിന്റെ ബിഹേവിയറും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എപ്പോഴും ടീച്ചേഴ്സ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കും, എന്നിട്ട് ഒബ്സർവ് ചെയ്യും ഗ്രൂപ്പിലെ കുട്ടികൾ എങ്ങനെയാന്നുള്ള രീതിയിൽ. പിന്നെ കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ മെത്തേഡ്സ് ചെയ്യുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ വളരെ എന്താ പറയാ റിജിഡ് ആയിട്ട്, ടഫായിട്ട് ഡീൽ ചെയ്യും. അതുപോലെ തന്നെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ മെത്തേഡ്സ്, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ജോബ് ഒപ്പിച്ച് അവരെ എന്തെങ്കിലും ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ, അഗ്രസീവായ കുട്ടികളെ സ്റ്റാഫ് റൂമിൽ നിന്ന് ചോക്ക് എടുക്കാൻ വിടുക, നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറയുക, അല്ലെങ്കിൽ നോട്ട്ബുക്ക് കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ വെക്കാൻ പറയുക, കോപ്പി, അങ്ങനെ അവരെ ചില ജോലികളൊക്കെ ഏൽപ്പിക്കുമ്പോഴേക്കും അവരുടെ ആ ഒരു രീതിക്ക് മാറ്റം വരും. അങ്ങനെ കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ രീതികൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക. കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കുക. അവർ പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അവര് പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു റിസൾട്ട് അത് മെഷർ ചെയ്യുക, അസസ് ചെയ്യുക, അതിന് വേണ്ടുന്ന അതിനെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ ആ ലേണിംഗ് ഔട്ട്കംസ് നല്ല രീതിയിൽ വരുന്നത് അത് മെഷർ ചെയ്യുക, അതായത് അസസ് ചെയ്യുക, പരീക്ഷകൾ നടത്തുക, ഏതെങ്കിലും രീതിയിലുള്ള അസസ്മെന്റുകൾ നടത്തുകയോ ഒക്കെ ചെയ്യും. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് മിക്കവാറും ടീച്ചേഴ്സ് ആയിരിക്കും, അല്ലെ? അതുപോലെ തന്നെ കുറച്ച് ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സ് ആണ് മിക്കവാറും ടെക്സ്റ്റ് ബുക്കുകളുടെ ഒക്കെ ഓതറായിട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ ടെക്സ്റ്റ് ബുക്കും ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസും പ്രിപ്പയർ ചെയ്യാനായിട്ട് അവരെ കേപ്പബിൾ ആക്കുക. പിന്നെ നല്ല കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുട്ടികളെ തിരിച്ചറിയാനും അവനവനെ തിരിച്ചറിയാനും ആ ടീച്ചർക്ക് പറ്റണം. സ്വന്തം കപ്പാസിറ്റി മനസ്സിലാക്കാനും കുട്ടികളുടെ കപ്പാസിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറെ ഒരു ബെറ്റർ ടീച്ചർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കുട്ടികളെ ഒരു ബെറ്റർ ലേണറായിട്ട്, സ്റ്റുഡൻസിനെ ഒരു ബെറ്റർ സ്റ്റുഡന്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ആ മെത്തേഡ്സ് നെക്സ്റ്റ് പേജിലാണ് വരുന്നത്. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ മെത്തേഡ്സ് വരുന്നത് എന്നുള്ളത്. കാരണം ഇപ്പൊ നമുക്ക് പല മെത്തേഡ് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഏത് മെത്തേഡ് എപ്പോ ഉപയോഗിക്കണം എന്നുള്ളതാണ് അവിടെ പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്ത് പ്രോബ്ലം ആണ് നമുക്ക് സ്റ്റഡി ചെയ്യുന്നത് അതിനനുസരിച്ച് ആ സെലക്ഷൻ ഓഫ് മെത്തേഡ് നമ്മൾ കണ്ടെത്തണം. പിന്നെ നമുക്ക് പലപ്പോഴും ഒരു ടീച്ചർക്ക് ചിലപ്പോൾ എല്ലാ പ്രശ്നങ്ങളും കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് റിസോഴ്സിനെ കണ്ടെത്തണം. അതായത് ഇപ്പോ സൈക്കോളജിക്കൽ പരമായ ഒരു പ്രശ്നമാണ് കുട്ടി ഫേസ് ചെയ്യുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ടീച്ചർമാർക്ക് അതിൻ്റെതായ ഒരു പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറെയൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഒരു സപ്പോർട്ടിന് വിളിക്കുമ്പോൾ അയാൾക്ക് കാശ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അതിന് വേണ്ടുന്ന റിസോഴ്സസ് കണ്ടെത്തണം. ഒരു സ്കൂളിന് അതിനുള്ളൊരു ഫണ്ട് ഉണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുക, അതിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കുക. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്കിവിടെ 4 തന്നിട്ടുള്ളെങ്കിലും നമ്മൾ ഇതിനകത്ത് 5 കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതായത് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ് ആ 4 പറഞ്ഞതിൽ ഫസ്റ്റ് വൺ ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. പല രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സെൽഫ് എക്സാമിനേഷൻ എന്നാണ്. ഇൻട്രോസ്പെക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വലിയ കാര്യമായ ചെലവുകളൊന്നുമില്ല. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾക്ക് അനാലിസിസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കാര്യങ്ങൾ നമുക്കൊന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു വ്യക്തിയുടെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരട്ടത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കില്ലേ, വെളിച്ചം കൊടുക്കുവാണ് നമ്മൾ. ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ അടിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ടോർച്ച് അടിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് 2 വേർഡ്സ് കമ്പൈൻ ചെയ്ത് വന്നതാണ്. ഫസ്റ്റ് വൺ ഇൻട്രോ, പിന്നെ അസ്പെക്ഷൻ. ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ്, അസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ലുക്കിംഗ്, ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളൊരു മീനിങ്. ടോർച്ച് അടിച്ച് നോക്കുന്ന പോലെ തന്നെ. ഓക്കെ, ഇത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് പലപ്പോഴും കുട്ടികള് അഡോളസൻസിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ഗിൽട്ട് ഫീല്, ഒരു ഷെയിം, കോൺഫിഡൻസ് കുറവ്, സെൽഫ് കൺസെപ്റ്റ് ലോ, സെൽഫ് എസ്റ്റീം ലോ, അങ്ങനെയുള്ള രീതിയിൽ വരുന്ന കുട്ടികളാണ്. അതായത് ഇവര് പലപ്പോഴും വീടുകളിൽ പല രീതിയിലുള്ള കമ്പാരിസൺ നേരിട്ടിട്ടുണ്ടാകാം. ഒന്നുമില്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ തന്നെ വേറൊരു കുട്ടിയുമായിട്ട്. നിന്നെ എന്തിനു കൊള്ളാം, ഇങ്ങനെ അവൻ ചെയ്യുന്നതാണ്ടോ, അവനെ കണ്ടുപിടിക്കാൻ, നീ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ. സ്കൂളിൽ ടീച്ചറും ഇതേപോലത്തെ ഒരു കമന്റ് പറയാൻ കേട്ടിട്ടുണ്ടാവുക. നിന്റെ ഫ്രണ്ട് അല്ലേ മറ്റവൻ, അവനെ കണ്ട് നിനക്ക് പഠിച്ചോ, അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല, ആ രീതിയിലായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ ആണ്. നമ്മളപ്പോ അവരുടെ പോസിറ്റീവ് സൈഡ്സ് ഇങ്ങനെ പറഞ്ഞ ഒരു മെഡിറ്റേഷനിലൂടെ കൊണ്ടുപോയി പോസിറ്റീവ് സൈഡ് പറഞ്ഞ് നീ എത്ര ബ്ലെസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും അവന്റെ ഫേസിൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഫേസ് ഇങ്ങനെ നല്ല പ്രകാശിച്ചു വരും. അപ്പൊ അവന് തന്നെ തോന്നി, യെസ്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലോ, എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അവനെ പിന്നെ ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. ആ ഒരു പ്രാവശ്യം പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതല്ല. കാരണം അവൻ പിന്നീട് ചെല്ലുന്നത് ഈ പറഞ്ഞ ആൾക്കാരുടെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്കായിരിക്കും. സെൽഫ് അവയർനെസ് തന്നെയാണ് ഇൻട്രോസ്പെക്ഷനിൽ വരുന്നത്. അതായത് ഒരാളുടെ കാര്യങ്ങൾ എക്സാമിൻ ചെയ്ത് അയാളുടെ തോട്ട്സ്, ഫീലിങ്സ് മനസ്സിലാക്കി അയാൾക്ക് കറക്റ്റ് ആയിട്ടൊരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരു എക്സ്ട്രാ കോസ്റ്റോ മെറ്റീരിയലോ പാരറ്റസോ ഒന്നുമില്ല. ആ വ്യക്തിയോട് നമ്മൾ ഇരുന്ന് സംസാരിച്ച് അയാളുടെ ഉള്ളിലേക്ക് ടോർച്ച് അടിച്ച് അയാളുടെ നന്മകളെ നമ്മൾ അയാൾക്ക് കാണിച്ചു കൊടുക്കും. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യിക്കും. നീ എത്ര ബ്ലെസ്ഡ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവനെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് കിട്ടും. അപ്പൊ ഇവരുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഇവരെ ഈ ഒരു എക്സാമിനേഷനിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് ഉള്ള ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടായിരിക്കണം. അവരെ ക്ഷമ, അവരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനും അവരെ കേൾക്കാനും ഉള്ളൊരു
പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. അവർക്ക് ചിലപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവരിയ്ക്കുന്നത്. അതിനവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ അവർക്ക് ഇമോഷൻസിനെ ഒന്നും അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ പല രീതിയിലും അവരെ കൊണ്ട് ഇമോഷൻ റെഗുലേഷനിലേക്ക് കൊണ്ടുവരും. അവരെ ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക, അവര് പറയുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കേൾക്കുക നല്ലതുപോലെ. അതാണ് ഈ ഇൻട്രോസ്പെക്ഷനിൽ വരുന്നത്. വീണ്ടും ഒബ്സർവ് ചെയ്യുക. വൺസ് നമ്മൾ അവരെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യും. ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒബ്സർവ് ചെയ്യുക. അതൊരു ലൂപ്പ് പോലെ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്താൽ അതിൽ ഇങ്ങനെ എന്തൊക്കെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. അത് കൊടുക്കുക. കൊടുത്തിട്ട് ഒബ്സർവ് ചെയ്യുക, അയാൾ ഓക്കെ ആവുന്നുണ്ടോന്ന് വീണ്ടും ഇരിക്കുക. അങ്ങനെ 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 പലതവണ ചെയ്ത് നമുക്ക് അയാളെ അനലൈസ് ചെയ്ത് അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ. ഓക്കെ, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു മോണ്ടെസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെസിലിറ്റേറ്റർക്ക് മറ്റുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒബ്സർവേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒബ്സർവേഷൻ തന്നെ നമ്മൾ ശരിക്കും അവരെ ശ്രദ്ധിച്ച് എന്തൊക്കെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ നോക്കുവാണ്, ചെക്ക് ചെയ്യുകയാണ് അല്ലെ ഒബ്സർവേഷനിലൂടെ. നമുക്ക് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്. ഇതിപ്പോ ക്ലാസ് റൂമില് ടീച്ചറും കുട്ടികളും ഒരുമിച്ച് ചേർന്ന് ഒരേ ആക്ടിവിറ്റി ചെയ്യുന്നു. നമ്മൾ സർക്കിൾ ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിച്ചു. അതിൽ ഒരാൾ നമ്മളാണ്. അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് ഇരുന്ന് അവർക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മളും അതിൻ്റെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്. എന്നിട്ട് അവരെ ഒബ്സർവ് ചെയ്യുക, എന്താണ് അവർക്കുള്ള ആ ഒരു വ്യത്യാസങ്ങൾ വരുന്നതെന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഇതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് അവരിൽ നല്ല മാറ്റങ്ങൾ വരുത്തും. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ടീച്ചർ മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മോണ്ടിസോറി മെത്തേഡില് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ് കൂടുതൽ നടക്കുന്നത്. നമ്മൾ ആദ്യം അവരെ ആക്ടിവിറ്റി പറഞ്ഞു കൊടുത്ത് നമ്മളത് കാണിച്ചു കൊടുത്ത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അവരിരുന്ന് ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ കുട്ടിയെ ഫ്രീ ആയിട്ട് വിട്ട് മെറ്റീരിയൽസും കൊടുത്തിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറയുന്നു. കുട്ടി അവിടെ ഇരുന്ന് ചെയ്യുന്നു. നമ്മൾ കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ദൂരത്ത് നിന്നുകൊണ്ട് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യും. അതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാർട്ടിസിപ്പന്റ് അല്ല. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒരു റിസർച്ച് മെത്തേഡാണ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് വൺ ഗ്രൂപ്പുമായിട്ട്, പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നു. അപ്പൊ നമ്മുടേതായ ഐഡിയാസ് കൊടുക്കുന്നു, കുട്ടികളുടേതായ ഐഡിയാസ് വരുന്നു, എല്ലാരും കൂടെ ചേർന്നിരുന്ന് ആ കാര്യം നല്ല രീതിയിൽ തന്നെ ലേൺ ചെയ്യുന്നു. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴേക്കും ടീച്ചറോട് കുറച്ചുകൂടെ കുട്ടികൾ അടുക്കും ഒക്കെ ചെയ്യും അല്ലെ. നമ്മൾ അവരിൽ ഒരാളാണല്ലോ. ആ ഒരു രീതിയിൽ നല്ല പോലെ ഗ്രൂപ്പുമായിട്ട് ബ്ലെൻഡ് ആയിട്ട് നമ്മൾ പോവുകയും വേണം. അതിൻ്റെ ഒപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുകയും വേണം. കുട്ടികൾ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യുന്നതെന്നും അവരെന്താണ്, അവർക്ക് എന്തൊക്കെ അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുകയും വേണം. ഓക്കെ, നോൺ പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിസിപ്പന്റ് അല്ല, നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ദൂരെ നിന്നുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്യുന്നതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇവർക്ക് കൊടുക്കുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സിൽ അവിടെ ഇരുന്നുകൊണ്ടുള്ള ഒബ്സർവേഷൻ. എന്ന് വെച്ചാൽ അവിടെ റിസോഴ്സസ് മറ്റ് സപ്പോർട്ടുകളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഒരു സ്കൂളിന്റെ കേസ് പറയുവാണെങ്കിൽ ലാബ്, കെമിസ്ട്രി ലാബോ ഫിസിക്സ് ലാബ്, എന്തെങ്കിലും ഒരു ലാബ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഒത്തിരി ഓപ്പൺ ആയിട്ടുള്ള സ്പേസോ കാര്യമായ സാധനങ്ങളും അവിടുത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അവിടെ കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഒരു ഒബ്സർവേഷൻ. അങ്ങനെയാണ്. നെക്സ്റ്റ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻസ്. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവര് ആക്ടിവിറ്റി ചെയ്യുന്ന ഏരിയ ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അവിടെ ഒരു കൺട്രോളിങ് ഡിവൈസസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഈ കൺട്രോൾഡ് ഒബ്സർവേഷനെ കവേർട്ട് എന്നും അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ഓവേർട്ട്, ഓപ്പൺ ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ ഓവേർട്ട് എന്നും പറയും.
ഇവിടെ നമുക്ക് കാര്യമായ ചെലവുകളൊന്നും വരുന്നില്ല. ടൈമാണ് ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടൈമും അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസിന് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ വരുന്നുള്ളൂ. വലിയ കോസ്റ്റ് ഒന്നും വരുന്ന രീതിയിലുള്ളതല്ല ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. ചില കാര്യങ്ങൾക്ക് പാർട്ടിസിപ്പന്റ് തന്നെയാണ് നല്ലത്, ചില കാര്യങ്ങൾ കുട്ടികളെ തന്നെ വിടുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ നമ്മൾ പല രീതിയിൽ ഇവരെ ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ അവര് ആക്ടിവിറ്റി ചെയ്യുന്ന ഏരിയ കൺട്രോൾഡ് ആകാം, അൺകൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. ഒരു സ്ട്രക്ചേർഡ് സെറ്റിംഗ് ആയിരിക്കും കൺട്രോൾഡ് ഒബ്സർവേഷനിൽ വരുന്നത്. നമ്മൾ അവിടെ ചിലപ്പോൾ ചില കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതായത് ഇപ്പൊ ഒരു ക്യാമ്പിന് പോകുന്നത് അവിടെ ഒരു സ്ട്രക്ചർ ആണല്ലേ, ദൂരേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ചിലപ്പോൾ ഫോറസ്റ്റിനടുത്തുള്ള ഒരു ക്യാമ്പ് ആണെങ്കിൽ ഫോറസ്റ്റിനകത്തേക്ക് അധികം പോകരുത്, ഇത്ര മണിയായി കഴിഞ്ഞാൽ എല്ലാവരും ഒച്ച ഉണ്ടാക്കാതിരിക്കണം. അതൊക്കെ ഒരു കൺട്രോൾഡ് സെറ്റിംഗ്സിലാണ്. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സെറ്റിംഗ്സ് ഒന്നുമില്ല, ഒന്നും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ നേരിട്ടുണ്ടെങ്കിൽ കൂടെ പറയാട്ടോ. കൺട്രോൾഡ് ഒബ്സർവേഷൻ കവേർഡ്, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ ഓവേർഡ്. നാച്ചുറൽ സെറ്റിംഗിൽ ഇരുന്നുള്ള ഒബ്സർവേഷൻ ആണ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് ലാബ് പോലെയോ അങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചെയ്യാം. ഒരു ഫ്രീഡം കൊടുക്കും ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും പറയുന്നില്ല കൺട്രോൾഡിനെ പോലെ. അപ്പൊ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സിൽ ഇരുന്നുള്ള ഒബ്സർവേഷൻ. ഈ നെക്സ്റ്റ് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ കേസ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അവരുടെ മുന്നിൽ പല കേസസ് വരും ആളുകളുടെ, അതിനെ സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ച് അനലൈസ് ചെയ്യുന്നത് ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ് ആളുകളുടെ പ്രോബ്ലംസ് പലപ്പോഴും അബ്നോർമൽ ആയിട്ട് ബിഹേവിയർ ചെയ്യുക, അഡ്ജസ്റ്റഡ് ആകാനായിട്ട് പറ്റാതെ വരിക, അങ്ങനെ കുറച്ചുകൂടെ സിവിയർ കേസസ് ഒക്കെ വരുമ്പോഴാണ് ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ ആളുകൾ കണ്ട് കേസ് സ്റ്റഡി അവർ പല പല സിറ്റിംഗ്സ് ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്ത് അങ്ങനെ പോകുന്നത്. ചില കുട്ടികൾ പല രീതിയിലും സോഷ്യലി അഡ്ജസ്റ്റഡ് ആകില്ല, അവർ ഇമോഷണലി അവർക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകും, ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ടീച്ചർക്ക് മാത്രം അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവര് പ്രൊഫഷണൽസിനെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്കൂളിൽ തന്നെ ഒരു കൗൺസിലറോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവര് കുട്ടിയുടെ ഫുൾ കാര്യങ്ങള് പഴയത് പാസ്റ്റിലെ കാര്യങ്ങളും പാരന്റ്സിന്റെ കാര്യങ്ങള് കുട്ടി വളരുന്ന സാഹചര്യം എല്ലാം ഡേറ്റാസും കളക്ട് ചെയ്തിട്ട് അതൊരു കേസ് സ്റ്റഡി ആയിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും. ഒരു ഡെപ്തിലുള്ള ഒരു സ്റ്റഡിയാണ്, എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തുള്ള ഒരു ഡെപ്തിലുള്ള സ്റ്റഡിയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലിനിക്കൽ മെത്തേഡ്സിനെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് പറയും. എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യും. കുട്ടി ജനിച്ചപ്പോ തുടങ്ങിയ ജനിച്ച സാഹചര്യത്തില് എങ്ങനെയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഹെറിഡിറ്ററി ആയിട്ട് ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ കേസ് സ്റ്റഡി നടത്തുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്ന് ക്ലിനിക്കൽ മെത്തേഡിനെ പറയും. ഈ എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സയന്റിഫിക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റഡി ഓഫ് ബിഹേവിയറിൽ പറയുന്നത്. പക്ഷെ ഇതിന് നല്ല കോസ്റ്റ് ഉണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ ഇൻട്രോസ്പെക്ഷൻ ഒബ്സർവേഷൻ ഒക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതിനൊക്കെ വേണ്ടുന്ന ഒരു സിറ്റുവേഷൻ സാഹചര്യം ഉണ്ടാവണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് വരുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സിനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന പുറത്തുനിന്നൊരു റിസോഴ്സിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അയാൾക്കുള്ള പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. എക്സ്പെരിമെന്റൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പലതരം ടൂൾസ് യൂസ് ചെയ്തിട്ട് സയന്റിഫിക് ആയിട്ട് ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റൽ ഓർ സയന്റിഫിക് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ്സ്, പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾക്ക് പല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, അങ്ങനത്തെ ഒരു കേസ് തന്നെയായിരിക്കാം. അത് കുട്ടിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ജീവനായിരുന്നു, അമ്മയുടെ നഷ്ടം കുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ക്ലാസ്സിൽ അതിനുശേഷം വരുന്ന കുട്ടി ഭയങ്കരമായിട്ട് മൂഡിയാണ്. അപ്പൊ നമുക്ക് ഈ കുട്ടിയെ ഒന്ന് നോർമലായിട്ട് കൊണ്ടുവരണം. ഇറ്റ്സ് എ ടാസ്ക്, കാരണം അമ്മ നഷ്ടപ്പെട്ട കുട്ടിയാണല്ലോ. അപ്പൊ നോർമൽ ആക്കി കൊണ്ടുവരണം. പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല,
വളരെ മുഷിഞ്ഞ വേഷത്തിൽ വരുന്നു. നേരത്തെ നല്ലതായിട്ട് വന്നിരുന്ന കുട്ടി ഇങ്ങനെ ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് വന്നപ്പോഴേക്കും അവനാകെ മാറി. അവനെ തന്നെ ശ്രദ്ധിക്കുന്നില്ല, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല, അവനെ ക്ലീൻ ചെയ്യുന്നില്ല, വസ്ത്രം ധരിക്കുന്ന ഡ്രസ്സൊക്കെ വളരെ മോശമായിട്ട് വരും. അപ്പൊ നമ്മൾക്ക് ഇതിനകത്ത് പല വേരിയബിൾസിനെ നമ്മൾ നോക്കും. അതായത് 3 ടൈപ്പ് വേരിയബിൾസ് ആണ്: ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡിങ് വേരിയബിൾ ആൻഡ് ഇന്റർവെയിനിങ് വേരിയബിൾ. കുട്ടി അമ്മയുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും കയ്യിൽ എപ്പോഴും കരുതുന്നുണ്ടെന്ന് വിചാരിക്കുക. അമ്മയുടെ എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടാവും, എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് അവന്റെ കയ്യിൽ നിന്ന് മാറ്റിയാൽ അത് അവനെ വല്ലാതെ ബാധിക്കും. സോ ദാറ്റ് മീൻസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സംഭവമാണ്. അതേസമയം കുട്ടി ഇരിക്കുന്ന സീറ്റ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു എക്സാമ്പിൾ പറയാം, അതൊന്നും അല്ല, കറക്റ്റ് ആയിട്ട് സീറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് അവനെ ബാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്ത് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവന്റെ ഈ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ് ആ ഇന്റർവീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിൾ. അപ്പൊ എന്താണ് ഇവനിങ്ങനെ ആകാനുള്ള കോസ്, അത് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യണം. ഇനി നമ്മളൊരു വേരിയബിളിനെ ഇവന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ എഫക്റ്റ് ആണ് എന്താണെന്ന് സ്റ്റഡി ചെയ്യണം. ശരിക്കും എക്സ്പെരിമെന്റ് ചെയ്യുവാണല്ലേ, നമുക്ക് റിസൾട്ട് എന്ത് കിട്ടുന്ന അറിയില്ല. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് എന്താണ് അതിന്റെ റിസൾട്ട് വരുന്നത്, എഫക്റ്റ് വരുന്നത്. അങ്ങനെ ഇതിനെ ഈ കോസിനെയും എഫക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സർവേയുടെ ക്വസ്റ്റ്യനെയർ ഞാൻ തന്നാണോ? സർവേയുടെ ക്വസ്റ്റ്യനെയർ തന്നാണോ? ഇല്ല മാം. ഇല്ല. ടേം 1 എക്സാമിനേഷൻ കഴിയുമ്പോൾ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം, ഞാനത് തരാം. അതായത് നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ പല ഏരിയയിൽ നിന്നും സർവേക്ക് ആൾക്കാർ വരാറില്ലേ, ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ, പിന്നെ ആശാ വർക്കർ, അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ സർവേക്ക് വരും. അവർ വരുമ്പോൾ എന്താ ചെയ്യാൻ, നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അവരിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യും അല്ലെ. ചില ഇടങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു ഷീറ്റ് തരും, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, യെസ് ഓർ നോ അങ്ങനെ രീതിയിൽ, അല്ലെങ്കിൽ ഉറപ്പില്ല, ചിലപ്പോൾ, സംടൈംസ്, അങ്ങനത്തെ ആൻസർ ഓപ്ഷൻ വരുന്നത് നോക്കി ടിക്ക് ചെയ്താൽ മതി. ഇതാണ് ഡിഫറൻഷ്യൽ മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡേറ്റ കളക്ഷൻ ആണ്. ഇൻഡിവിജ്വൽസിന്റെ ഡിഫറൻസസിനനുസരിച്ചാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ മെത്തേഡ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും ഇതിനെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ ഡേറ്റാസ്, ഇപ്പൊ കോവിഡ് സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരുന്നു, കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്തു. എത്ര പേർക്ക് കോവിഡ് പോസിറ്റീവായി, എത്ര പേർക്ക് നെഗറ്റീവായി, എത്ര പേര് ട്രീറ്റ്മെന്റിലാണ്, എത്ര പേര് ഹോസ്പിറ്റൽ അഡ്മിറ്റ്, അങ്ങനെ കുറെ ഡേറ്റാസ് കളക്ട് ചെയ്തു അല്ലേ. അത് ആദ്യമൊക്കെ കുറവായിരുന്നു, പിന്നെ അങ്ങനെ കൂടി വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു അതിന്റെ അനാലിസിസ്. സർവേ മെത്തേഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മെത്തേഡ്, അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയും. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ സ്റ്റഡിയാണ്. ഇപ്പൊ നമ്മളിപ്പോ 23 പേരുടെ ഉണ്ട്, ഒരാള് സർവേ എടുക്കാൻ വരുമോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട്, നമുക്ക് 23 പേർക്കും ആ സർവേക്കുള്ള ക്വസ്റ്റ്യനെയർ തരുന്നു, അത് നോക്കി ടിക്ക് ചെയ്യാനായിട്ട് പറയുന്നു. എനിക്ക് എന്താണോ ശരിയായിട്ട് തോന്നുന്നത് അതായിരിക്കും ഞാൻ ടിക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയായിരിക്കും ടിക്ക് ചെയ്യുന്നത് അല്ലെ. ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് ആ ഡേറ്റ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ സ്റ്റഡിയാണ് ശരിക്കും ഒരു കാര്യത്തെ കുറിച്ച് എന്റെ അഭിപ്രായം ആയിരിക്കില്ല സനിലയുടെ അഭിപ്രായം, അശ്വതിയുടെ വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ചാണ് സർവേ മെത്തേഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും പറയും, ഡിഫറൻഷ്യൽ മെത്തേഡ് എന്നും പറയും, ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറയും. ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് സർവേ മെത്തേഡ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്റർവ്യൂ പോലെ നടത്തി ആൾക്കാരോട് ചോദിച്ച് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്ത് ഒരു ഇന്റർവ്യൂ പോലെ അങ്ങനെ സർവേ ചെയ്യാം. അതല്ല ഒരു വലിയൊരു ക്വസ്റ്റ്യനെയർ, കുറെ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഷീറ്റ് കൊടുത്ത് അങ്ങനെ അനലൈസ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർവേ ചെയ്യാം. ഒരു കൺട്രോളിങ് ഡേറ്റ ആയിരിക്കും, അല്ലാണ്ട് കുറെ കാര്യങ്ങൾ ഇല്ല, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡേറ്റാസ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സും ടൂൾസും നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കുറച്ചാണ് നമ്മൾ 5 എണ്ണം പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു ലെസന്റെ കൂടി അല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ളൂ, മോക്ക് ടെസ്റ്റ്? ബാക്കിയെല്ലാം കിട്ടിയതാണോ? ഇല്ല മാം, ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് ഞങ്ങൾ അതെ ഞങ്ങള് റിവിഷൻ ഒക്കെ ചെയ്തപ്പോഴേ
കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ കിട്ടി. അതെ, അപ്പൊ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കിട്ടാറുണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയും കൂടെ. സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, അങ്ങനെ 3 ചാപ്റ്റർ. സൈക്കോളജി ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ പറഞ്ഞതിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡാണ്. അത് ടൂൾസ് വേണം, എക്സ്പെർട്ടൈസുകൾ വേണം. അതിൽ വളരെ പ്രൊഫഷണലി ആയിട്ടുള്ള ആളുകളെ പറ്റുള്ളൂ. സ്കൂളുകളിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ പുറത്തുനിന്ന് തന്നെ ആളുകളെ കൊണ്ടുപോയി വരണം. അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ളവരൊക്കെ ഉണ്ട്. ചിലർ പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റിൽ എത്രത്തോളം അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് ആ കുട്ടീനെ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പാരന്റ്സിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, സ്കൂളിന് ചിലപ്പോൾ അതിന്റെ കോസ്റ്റ് ഒന്നും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മിക്ക സൈക്കോളജിസ്റ്റുകളും സൈക്കോതെറാപ്പിസ്റ്റുകളും ഒരു സിറ്റിങ്ങിനൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പേയ്മെന്റ് വാങ്ങുന്നവരൊക്കെ ഉണ്ട്. ഒരു വൺസ് അവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ പേയ്മെന്റ് ഒക്കെ വാങ്ങും. എൻ്റെ ഒരു ഫ്രണ്ട് ഇതൊരു 45 മിനിറ്റ്സ് അങ്ങാണ്ടുള്ള സിറ്റിങ്ങിന് എന്തോ 2000 അത്രയൊക്കെ വന്നു. ഇത് കുറവാണെന്നാണ് അവര് പറയണത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാളെ കേൾക്കുക, അയാളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയണത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അവര് അതുകൊണ്ട് അങ്ങനെയൊക്കെ എമൗണ്ട് വാങ്ങുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ നമുക്ക് 3 കാര്യങ്ങളാണ്: ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അതുപോലെ തന്നെ ഇന്റർവെൻഷൻ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു കേസുമായിട്ട് കണക്ട് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വേരിയബിൾ. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ആ കുട്ടി ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, സംസാരം പുറത്തേക്ക് വരുന്നില്ല, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു അസസ്മെന്റ് നടത്തി അതിന്റെ സ്കോർ അതൊക്കെ അതൊക്കെ ആവശ്യമുള്ളതാണല്ലേ, ആ കേസ് സ്റ്റഡിക്ക് ആവശ്യമുള്ളതാണ് ആ ഒരു ഈ സ്കോർ എന്നൊക്കെ പറയുന്നത്. പിന്നെ കാരണം നമ്മള് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു സ്കോർ എടുത്തു, കുട്ടിക്ക് ഇന്റർവെൻഷൻ ഒക്കെ നടത്തി, ആ ഒരു ആക്ടിവിറ്റിയിലൂടെ ഒക്കെ കുട്ടി പോയി, കുട്ടി ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സ്കോർ എടുക്കുമ്പോൾ പുതിയ സ്കോർ ആയിരിക്കും. അതുകൊണ്ട് പഴയ സ്കോർ പുതിയ സ്കോറുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ രീതിയിൽ നമ്മളിപ്പോ ക്ലാസ്സിലൊരു പുതിയ ടോപ്പിക് പഠിപ്പിക്കുന്നു, ഇനീഷ്യലി കുട്ടികൾക്ക് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും. ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരെ നല്ലൊരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ട് നമ്മൾ രണ്ടാമത് അസസ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ സ്കോർ കൂടുതൽ ചെയ്യും. അതുപോലെ തന്നെയാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിൽ. കാരണം എക്സ്പെരിമെന്റ്സ് ചെയ്ത് നോക്കുക. എക്സ്പെരിമെന്റ് നമ്മൾ എങ്ങനെ ചെയ്യണേ? ആദ്യം ചെയ്യുന്നു, ശരിയാകുന്നില്ല, രണ്ടാമത് ചെയ്യുന്നു, മൂന്നാമത് ചെയ്യുന്നു, നാലാമത് പലതവണ ചെയ്യുന്നില്ലേ? അങ്ങനെ പലതവണ ചെയ്ത് അപ്പൊ ഈ ഓരോ പ്രാവശ്യം ചെയ്ത സ്കോർ നമ്മൾ സൂക്ഷിച്ചു വെക്കും. കാരണം അതൊക്കെ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കാരണം ആദ്യത്തിൽ നിന്നും എന്ത് വ്യത്യാസം വന്നു, മൂന്നാമത്തേൽ എന്ത് വ്യത്യാസം വന്നു, അങ്ങനെയുള്ള ഡിഫറൻസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെയാണ് ഈ ഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്നത്. പിന്നെ നമ്മൾ ഈ ആക്ടിവിറ്റി നടത്തുന്ന ടൈം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുട്ടിയുടെ ആങ്സൈറ്റി ലെവൽസ്, ഇപ്പൊ ടെൻഷൻ, അങ്ങനെയുള്ള മാനസികമായ ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ഇതുപോലുള്ള ഇന്റർവെൻഷൻസ് നടത്തുന്നത്. അപ്പൊ ആ ഒരു ആങ്സൈറ്റി ലെവൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് കോസ്റ്റ് ഉണ്ടാകും. എന്ന് വെച്ചാൽ അതിന് പ്രൊഫഷണലി അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് അതിനുള്ള ഫീസ് കാര്യങ്ങള്, പിന്നെ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ചെലവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതാണ് ഈ മെത്തേഡ്സ്. ഓക്കെ, അതിൽ ഇൻട്രോസ്പെക്ഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും, കുട്ടികളെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒബ്സർവേഷൻ നമുക്ക് പറ്റും. ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് അവൻ അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ മാത്സിലെ ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അവന് മാത്സിനോട് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാംഗ്വേജ് ആക്ടിവിറ്റി ആണെങ്കിൽ അത് കൊടുത്തിട്ട് ഒബ്സർവ് ചെയ്ത് അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു പിക്ചർ കൊടുത്ത് വരയ്ക്കാനോ അല്ലെങ്കിൽ നോക്കി വരയ്ക്കാനോ അല്ലെങ്കിൽ കളർ ചെയ്യാനോ അതിൽ അവന്റെ ഇൻട്രസ്റ്റ് കാണുമ്പോൾ അപ്പൊ അവൻ ഏത് മെത്തേഡിലുള്ള ടീച്ചിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ് പല രീതിയിൽ ഉപയോഗിക്കും. പിന്നെ നമ്മളും കൂടി ഇരിക്കുമ്പോഴാണ് അവൻ കംഫർട്ടെങ്കിൽ നിങ്ങൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ചെയ്യും. ഇനി അതെല്ലാം അവൻ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ കൊടുത്തിട്ട് മാറി നിൽക്കും. ഞാൻ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന്റെ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാ ഡൗട്ട്സ് ചോദിച്ചത്? മിസ്, നമ്മൾ ഈ പ്രാക്ടിക്കൽ എക്സാമിന് വരുമ്പോ സമയത്ത് റെക്കോർഡ്സ് എല്ലാം കൊണ്ടുവരണോ കംപ്ലീറ്റ് ചെയ്ത്? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്?
ഇത് പ്രാക്ടിക്കൽ എക്സാം അല്ല കേട്ടോ. അതായത് നിങ്ങൾ വന്ന് നമുക്കൊരു ലാബ് പോലെ നിങ്ങൾ വന്ന് പ്രാക്ടിക്കൽസ് എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് പോകുന്നതാണ്. ആ ഒരു സെഷനാണ്. ശരിക്കും ഒരു ദിവസമൊന്നും അല്ല. പിന്നെ എല്ലാവർക്കും അങ്ങനെ വന്ന് നിന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അത് ഒറ്റ ദിവസത്തിൽ അതിനെ ആക്കി മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് പോകാനായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ മെറ്റീരിയൽസും വാങ്ങാത്തത്. മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ രാവിലെ നമ്മളൊരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 4-4:30 ആകുമ്പോഴേ തീരും. മിസ്സേ, ഇപ്പൊ ദൂരെ ഉള്ളവരാണെങ്കിൽ അന്ന് 27-ാം തീയതി അന്ന് തന്നെ വരണമെന്നുണ്ട്. അത് ഇന്ന് 27-ാം തീയതി അല്ലാതെ വേറെ ഏതെങ്കിലും ദിവസം പ്രാക്ടിക്കൽ വെക്കുന്നുണ്ടോ? നമ്മളിപ്പോ വെച്ചിരിക്കുന്നത് 27-ാണ്. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ബാച്ചുകളുടെയൊക്കെ ആവുമ്പോഴല്ലേ നമുക്ക് ഇപ്പൊ ആ ദിവസം വരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ ജോയിൻ ആകാം. വെക്കുമ്പോ ഓരോ ബാച്ച് അങ്ങനെ ഇപ്പൊ 17 ബാച്ചുകാർക്ക് ഈ ശനിയാഴ്ച വെച്ചത്. പക്ഷെ 2 പേര് ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു 15-20 പേരില്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ വെക്കില്ല. അപ്പൊ അത് കാരണം എന്ത് ചെയ്തു, 17-ന്റെയും 18-ന്റെയും 19-ന്റെയും ഒരുമിച്ചാക്കി, കമ്പൈൻഡ് ആക്കി. കാരണം കുട്ടികൾ കുറവ് വരുന്നത് കാരണം ദൂരെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ, ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരും ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ കമ്പൈൻഡ് ആക്കിയത്. നമ്മൾ 3 ബാച്ചുകാർ കൂടിയായിരിക്കും അന്ന് വരുന്നത്. പിന്നെ അന്ന് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ 20-യുടെ പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോഴാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്തിലേക്ക് എപ്പോഴെങ്കിലും കാണുമായിരിക്കും. അപ്പൊ ഇൻഫർമേഷൻ തരാം. പിന്നെ റെക്കോർഡ് കൊണ്ടുവരുന്ന കാര്യം, നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ദൂരെ നിന്നൊക്കെ വരുമ്പോൾ വെയിറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ റെക്കോർഡും അസൈൻമെന്റ്സും കൊണ്ടുവരുവാണെങ്കിൽ അത് രണ്ടും കൊണ്ടുവന്നാൽ മതി. അത് സൈൻ ചെയ്ത് കൊണ്ടുപോകും. റെക്കോർഡിൽ സീലും കൂടെ വെക്കും. ഞാൻ സർവേ തന്നില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കുട്ടികൾ സർവേ റിപ്പോർട്ടൊക്കെ ആയിട്ട് വരാറുണ്ട്. സർവേ എന്തായാലും ഇപ്പൊ ടേം 1 എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് തരാം. മിസ്സേ, അപ്പം നമുക്ക് റെക്കോർഡ് പിന്നെ റെക്കോർഡിന് അപ്പൊ വേറൊരു ഡേറ്റ് അങ്ങനെ തരുമോ? റെക്കോർഡ് അങ്ങനെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ സൈൻ വാങ്ങണം, സീല് വാങ്ങണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യണ്ട. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ സൈൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആ ഡേറ്റിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് സ്റ്റാഫ് അവിടെ വന്ന് സൈൻ ചെയ്ത് തരാം. ഒന്നും കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ചില കുട്ടികൾ കോൺവെക്കേഷൻ സമയത്ത് വന്ന് സൈനും സീലും വാങ്ങിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ. ഇതിപ്പോ ഫംഗ്ഷൻ തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ ഇടയ്ക്ക് പോയി നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ തീരുന്ന 2 മണി 2:30 ആകുമ്പോൾ തീരുമായിരിക്കുമല്ലോ, രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ സൈനും സീലും ഒക്കെ ആയിട്ട് കുട്ടികൾ പോവാറുണ്ട്. മാം, അപ്പാരറ്റസ് റെക്കോർഡിൽ പേസ്റ്റ് ചെയ്യേണ്ട കുറച്ച് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾ കളർ പ്രിന്റ് തന്നെയല്ലേ എടുത്തിട്ട് ചെയ്യേണ്ടത്? അതെ അതെ. കാരണം പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റിയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ പലതിനും കളറാണ് വെച്ചിട്ടാണ് കുട്ടികളെ സെൻസ് ചെയ്ത് അവർ കാര്യങ്ങൾ പഠിക്കുന്നത്. കളർ ടാബ്ലറ്റ്സ് അതൊക്കെ കളർ തന്നെ വേണമല്ലോ. അപ്പൊ അത് നമ്മളോട് അങ്ങോട്ട് എഴുതി പോയിക്കോളാനാണല്ലോ പറഞ്ഞത്. അപ്പൊ അപ്പൊ അതെങ്ങനെയാ പേസ്റ്റ് ചെയ്യുമ്പോ ചെറിയൊരു വേരിയേഷൻ ഒക്കെ വന്നാൽ കുഴപ്പം? അതായത് ഇപ്പൊ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ അടുത്ത പേജിലായിരിക്കും, പേസ്റ്റ് ചെയ്ത് വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം റൈറ്റ് സൈഡിലെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞത്. എഴുതി വെച്ചിട്ട് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡില്. അതായത് ഇപ്പൊ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന 4 ടോപ്പിക്കിനെ അല്ലെങ്കിൽ 3 ടോപ്പിക്കിനെ പറ്റി റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാൻ പറ്റില്ലേ, വലിയതായിട്ട് പ്രിന്റ് എടുക്കരുത്. ഒരു A4 ഷീറ്റിന്റെ 3-4 പിക്ചേഴ്സ് വരുന്ന രീതിയിലുള്ള പ്രിന്റ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അധികം കോസ്റ്റും ആവില്ല. ഒരെണ്ണം ഒരു A4-ലായിട്ട് പ്രിന്റ് എടുക്കരുത്. ഒരു 4 എണ്ണം 5 എണ്ണം ഒക്കെ ചെറുതായിട്ടൊക്കെ. അതൊക്കെ ഒരു ചിലർ നല്ലപോലെ അത് ചെയ്യുന്നവരുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഒന്ന് DTP സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ആക്കിയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 3-4 ഷീറ്റിൽ തന്നെ എല്ലാ പിക്ചറും നമുക്ക് കിട്ടും. അങ്ങനെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ സൈഡിൽ ഏതൊക്കെ വരുന്നൊക്കെ നോക്കി ഒന്നൊരു കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് അതിനനുസരിച്ച് പിക്ചർ പ്രിന്റ് എടുത്താൽ മതി. വലിയ പിക്ചർ ആയിട്ട് എടുക്കരുത്. കാരണം നമ്മൾക്ക് എഴുതിയിരിക്കുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പത്തിലാക്കുക. അപ്പൊ ഒരു A4-ല് 4 പീസ് വന്ന രീതിയിലല്ലേ മാം? അതെ, ഒരു A4-ല് 4 പീസ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. കറക്റ്റ് നമുക്ക് പിക്ചറും കാണാൻ പറ്റും, അതിനനുസരിച്ച് ഒട്ടിക്കാനും പറ്റും.
എക്സാമിന്റെ ഡൗട്ട് അല്ലേ? ടേം 1 എക്സാമിനേഷൻ പാർട്ട് 1ഉം പാർട്ട് 2ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1 ആൻഡ് 2. ബാക്കി 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നാണ്. നിങ്ങൾ അതുവരെ എടുത്തിട്ടുള്ള ഇംഗ്ലീഷിന്റെ പോർഷനിൽ നിന്ന്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് ആൻസറിന്. അപ്പോൾ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 1 അവർ ആണ്. 1 അവർ ആണ്. അത് ആ ടൈമിൽ തന്നെ നിങ്ങൾ കയറി എക്സാം എഴുതി സബ്മിറ്റ് ചെയ്യണം. ആ ടൈമിന് ശേഷം സബ്മിറ്റ് ചെയ്ത് അത് സ്കോർ വാല്യൂ ചെയ്യില്ല. നമുക്ക് ഈ പവർ കട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ എന്ത് ചെയ്യുന്നൊരു പേടി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, അതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഗൂഗിൾ ഫോം തന്നെയാണ്. മോക്ക് ടെസ്റ്റിന് സബ്മിറ്റ് ചെയ്ത അപ്പൊ തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. ഇത് അപ്പൊ തന്നെ സ്കോർ അറിയില്ല. ഇതിന്റെ റിസൾട്ട് നമ്മുടെ മെയിൻ എക്സാമുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ആ മെയിൻ എക്സാമിന് മുമ്പുള്ള ഒരു മോഡൽ പ്രാക്ടീസ് ആണ് ഈ ടേം 1ഉം ടേം 2ഉം നടത്തുന്നത്. ശരിക്കും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൻ എക്സാമിന് ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാൾ എന്ന് പറഞ്ഞ് വരുന്നത് നമുക്ക് വിർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ വിർച്വലി ഒരു ഹോൾ ആയിരിക്കും. അതായത് ഒരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അയച്ചു തരും. ശ്രദ്ധിക്കുക, നമ്മൾ ക്ലാസ്സിൽ കയറുന്ന സെയിം ലിങ്ക് അല്ല, വേറൊരു ലിങ്ക് ആയിരിക്കും എക്സാമിനേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അയച്ചു തരും. അപ്പോൾ എക്സാം തുടങ്ങാൻ ഒരു 10 മിനിറ്റ്സോ 5 മിനിറ്റ്സോ മുമ്പ് തോന്നുന്നു ലിങ്ക് അയക്കുന്നത്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്കൊരു റോൾ നമ്പറും പ്രൊവൈഡ് ചെയ്യും. ഈ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്ത് ഇതുപോലെ ക്ലാസ് റൂമിൽ വരുന്ന പോലെ ഇരിക്കുക. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാ വീഡിയോ ഓൺ ചെയ്യണോ ഓഡിയോ ഓൺ ചെയ്യുന്നത്. എക്സാമിനേഷന് കയറുമ്പോൾ നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ചെയ്തിരിക്കണം, ഓഡിയോ മ്യൂട്ട് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓഡിയോ ഓൺ ചെയ്താൽ മതി. വീഡിയോ ഓൺ ചെയ്തിരിക്കണം. പിന്നെ എക്സാം തുടങ്ങാൻ ഒരു 5 മിനിറ്റ്സ് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ പേര്, മെയിൽ ID, റോൾ നമ്പർ, ഒരു റോൾ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ, ആ റോൾ നമ്പർ എൻട്രി ചെയ്യണം. ഇത് 3ഉം തീർച്ചയായിട്ടും എൻട്രി ചെയ്യണം, കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യണം. എന്നിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഒന്ന് ശ്രദ്ധിക്കുക, ധൃതി പിടിച്ച് ടെൻഷൻ പിടിച്ച് സ്ക്രോൾ ചെയ്യരുത്. കാരണം ആൻസർ ഓപ്ഷൻ ചിലപ്പോൾ ടച്ച് കൊണ്ട് മാറിപ്പോകാം. സെൻസിറ്റീവ് ആണല്ലോ നമ്മുടെ ഡിവൈസസ് ഒക്കെ. എന്നിട്ട് എല്ലാം ആൻസർ ചെയ്തിട്ട് ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്യാം. 10, 15, 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകൂടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്തിട്ട് ഓഡിയോ ഓൺ ചെയ്ത് ഇൻവിജിലേറ്റർ ക്ലാസ്സിൽ ഉണ്ടാകും. സാറിനോട് പറയുക, പേരും റോൾ നമ്പറും പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. അപ്പൊ അവര് ചെക്ക് ചെയ്യും സിസ്റ്റത്തില് സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ. അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അവർ പറയും സബ്മിറ്റ് ആയിട്ടുണ്ട്, ലീവ് ആയിക്കോളാൻ പറയും. അപ്പൊ വേണം ലീവ് ആകാൻ. അല്ലാതെ സബ്മിറ്റ് ചെയ്തിട്ട് തന്നെ ഇറങ്ങി പോകരുത്. കാരണം ചിലപ്പോൾ പറ്റുന്നതാണ്, ചിലർ സബ്മിറ്റ് ചെയ്തു എന്ന് പറയും, പക്ഷെ അത് എന്തെങ്കിലും കാരണം കൊണ്ട് സബ്മിറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ സബ്മിറ്റ് ആയി എന്നുള്ള കൺഫർമേഷൻ ഇൻവിജിലേറ്റർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ലീവ് ആകുക. പിന്നെ ചില സമയത്ത് കണ്ടിട്ടുള്ള ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്താലും ആ ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ആവില്ല. എന്തെങ്കിലും ഒരു ഗ്ലിച്ച് ആയിരിക്കും, എറർ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ തന്നെ പറ്റിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പൊ തന്നെ പറ്റുവാണെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് പേരും റോൾ നമ്പറും തന്നിട്ട് ഈ ആൻസറിന്റെ ഓപ്ഷൻ കറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇതാണ് ആൻസർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസറിന്റെ ഓപ്ഷൻ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ അത് എക്സാമിനേഷൻ നടത്തുന്ന പാനലിൽ അത് അറിയിക്കും. അപ്പൊ അവര് സ്കോർ നിങ്ങളുടെ പബ്ലിഷ് ആക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടെ ശരിയാണെങ്കിൽ കൺസിഡർ ചെയ്തിട്ട് ആ സ്കോറും കൂടെ ആഡ് ചെയ്യും. അപ്പൊ അത് ടേം എക്സാമിനേഷൻ ആണെങ്കിലും മെയിൻ എക്സാമിനേഷൻ ആണെങ്കിലും അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ടെൻഷൻ ആവേണ്ട. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അറിയിക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതങ്ങ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ക്ലിയർ ആയോ? സംശയം ചോദിച്ചോട്ടെ, നമുക്ക് ഈ എക്സാം എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെയാണ് പിള്ളേർക്ക് പരീക്ഷ എഴുതുമ്പോൾ ചില മാർക്കിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾക്ക് എക്സാം വരുമ്പോൾ അങ്ങനെയുള്ള കുഴപ്പമുണ്ടായ കുഴപ്പമുണ്ട് അങ്ങനെ അങ്ങനെയല്ല,
മാർക്ക് വ്യത്യാസമോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി വളരെ കൂടുതലാണ്. കാരണം ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടാണ് വാല്യൂ ചെയ്യുന്നത് അല്ലെ, മാനുവൽ അല്ല. നമ്മൾ ആരുമല്ല കറക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതവിടെ വാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ടച്ച് ചെയ്തോ ആൻസർ കറക്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ ഉണ്ടാവും. നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ മാനുവൽ. അത് എൻ്റർ ചെയ്യുന്നത് മാനുവലി ആണ്. പക്ഷെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡിജിറ്റൽ ഫോമിലേക്കായി. പിന്നെ അറ്റൻഡ് ചെയ്യുന്നു, സ്കോർ കാണുന്നതൊക്കെ ഡിജിറ്റലി ആണ്. അപ്പൊ അതിന്റെ ആക്യുറസി കൂടുതലാണ്. മാം ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അടിയില് മലയാളം, ഇംഗ്ലീഷ് എന്നങ്ങനെ വന്നത്. അപ്പൊ ഈ എക്സാമിന്റെ ടൈമിൽ അങ്ങനെ വരുമോ? അതുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ആണോ അത് നമ്മളുടെ സിസ്റ്റത്തിന്റെ അല്ലേ, നമ്മളുടെ സെറ്റിലെ സെറ്റിങ്സ് അല്ലേ അത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അതേന്ന് തോന്നുന്നു അങ്ങനെ വരണ്ട്. സ്വന്തം സെറ്റിലെ സെറ്റിങ്സ് ആയിരിക്കും 2 ലാംഗ്വേജിൽ കാണിക്കുന്നത്. എന്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ക്വസ്റ്റ്യനൊക്കെ മലയാളത്തിലൊക്കെ ആവുമ്പോഴേക്കും വേറെന്തോ പോലെയൊക്കെ ഇരിക്കും. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചിലത് മലയാളമാണ് മനസ്സിലാവുള്ളൂ, ചിലത് ഇംഗ്ലീഷ് തന്നെയാണ് മനസ്സിലാവുള്ളൂ. അതെ 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 അതാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ടേം 1 എന്നുള്ളത് ടേം 2 എന്നുള്ള എക്സാമിനേഷൻ നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം. ഒരു നിവൃത്തിയില്ല ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ലിങ്ക് അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സ്കോർ അറിയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരും സ്കിപ്പ് ആകാതെ അത് ചെയ്യുക. കാരണം മെയിൻ എക്സാമിന് മുമ്പുള്ള ഒരു പ്രാക്ടീസ് ആണത്. നല്ലൊരു കോൺഫിഡൻസ് കിട്ടും, പാറ്റേൺ മനസ്സിലാകും, എന്തൊക്കെ കാര്യങ്ങൾ ചാൻസസ് വരാം, ചാൻസസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി 3 ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്തേക്കും. നമ്മളൊരു വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെന്തായാലും ഇനി സമയമുണ്ടെന്ന് കരുതിയിട്ട് മാറ്റി വെക്കണ്ട. കാരണം ഇനിയിപ്പോ നമുക്ക് പാർട്ട് 3യും പാർട്ട് 4ഉം ആണല്ലോ വരുന്നത്. പാർട്ട് 3 പകുതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യും. ഇനിയിപ്പോ വൈവ പാർട്ട് 3 ആകുമ്പോഴേക്കും വൈവ സ്റ്റാർട്ട് ചെയ്യും. ആ സമയം ആകുമ്പോഴേക്കും വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇപ്പൊ നിയർലി ഒരു 1 മന്ത് കിട്ടുമായിരിക്കും. അല്ലാതെ ഇപ്പൊ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കംപ്ലീറ്റ് ആയവരുണ്ടെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്തോളൂ. 9 ബാച്ച് അല്ലേ? 17 ബാച്ചിന്റെ വരെ വൈവ ആവണേ ഉള്ളൂ. 17 ബാച്ചിന് അടുത്ത ആഴ്ചയെ തുടങ്ങുള്ളൂ. നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ ഇത് കൊണ്ടുവരണ നിർബന്ധമുണ്ടോ? ഇല്ല, മെറ്റീരിയൽസ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റാത്ത ഒന്നും കൊണ്ടുവരണ്ട. മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരണ്ട. വൈവ സമയത്ത് അത് എന്തായാലും കാണിക്കുമല്ലോ. വീഡിയോ ഓൺ ചെയ്ത് വൈവ സമയത്ത് കാണിക്കണമല്ലോ, അപ്പൊ കാണിച്ചാ മതി. മിസ്, അപ്പം വൈവ നടക്കുമ്പോൾ നമ്മൾക്ക് തന്നിട്ടുള്ള അത്രയും മെറ്റീരിയൽസ് നമ്മൾ ചെയ്ത് കാണിക്കണോ? അതോ ഇത്രയാണ്? എല്ലാ വർക്കുകളും തീർന്നിരിക്കണം. എനിക്കൊരു ഓഗസ്റ്റ് പകുതിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങുമായിരിക്കും. അതിന് മാർക്ക് ഉണ്ടോ മിസ്സേ? പിന്നെ ഡിപ്ലോമക്കാർക്ക് 500-ലാണ് വൈവ, PGക്കാർക്ക് 600-ലാണ്. അതിന്റെ സ്പ്ലിറ്റപ്പ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. തിയറിയുടെ സ്പ്ലിറ്റപ്പും പ്രാക്ടിക്കലിന്റെ സ്പ്ലിറ്റപ്പും സെപ്പറേറ്റ് ഉണ്ട്. എനിക്കൊരു PDF വന്നിട്ടുണ്ടാവുമല്ലോ നേരത്തെ തന്നെ. PGക്കാർക്ക് 600 മാർക്കിലാണ് വൈവ, ഡിപ്ലോമക്കാർക്ക് 500 മാർക്ക്. PGക്കാർക്ക് തിയറിയുടെ മാർക്ക് 900, ഡിപ്ലോമക്കാർക്ക് തിയറിയുടെ മാർക്ക് 700. ടോട്ടൽ മാർക്ക് പ്രാക്ടിക്കലും തിയറിയും കൂടി ടോട്ടൽ മാർക്ക് PGക്കാർക്ക് 1500-ലും ഡിപ്ലോമക്കാർക്ക് 1200 ടോട്ടൽ മാർക്ക് വരുന്നത്. അങ്ങനെയാ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് വരിക. അത് ഓൺലൈൻ ആയിരിക്കും അല്ലേ? അതെ. മെയിൻ എക്സാം ഡിപ്ലോമക്കാർക്കും PGക്കാർക്കും വേറെ ആയിരിക്കുമോ? അല്ലല്ല, കോമൺ സബ്ജക്ട് ഒരുമിച്ചായിരിക്കും. 7 സബ്ജക്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ട്, അത് ഒരുമിച്ച് തന്നെയാണ് എക്സാം. ബാക്കി PGക്കാർക്ക് 2 എക്സാം സെപ്പറേറ്റ് ഉണ്ട്, അത് വേറെ ആയിരിക്കും. ഓക്കെ മിസ്റ്റർ, നമ്മൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമുണ്ടോ?
വേറെ നിർബന്ധമൊന്നുമില്ല. അറ്റൻഡ് ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വീഡിയോ മാത്രം കാണല്ലേ ഉള്ളൂ. നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. വൈവേ ഓരോരുത്തരെയാണോ മിസ് നോക്കണേ? അതെ അതെ അതെ, 1 to 1. ഗൂഗിൾ മീറ്റിലായിരിക്കും. വീഡിയോ ഓൺ ചെയ്യണം, നിർബന്ധമാണ്. റെക്കോർഡിംഗ് ഒന്നും ഉണ്ടാവില്ല, കോൺഫിഡൻഷ്യൽ ആയിരിക്കും വൈവ. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? മാം ഒരു ഡൗട്ട്, PG ക്ലാസ് PG ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇനി വേറൊരു സെഷൻ ആയിട്ട് വരുമോ? അത് അതിന്റെ സമയം, ഡേറ്റ് കിട്ടിയില്ലേ? ഏത് ക്ലാസിന്റെ ആണോ മാം? PGയുടെ ക്ലാസ്സിന്റെ കിട്ടിയില്ല. PGന്റെ ഒരു ലിങ്കിലേക്ക് ആഡ് ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 18, 19, 20 ബാച്ചുകളെ കമ്പൈൻഡ് ആയിട്ട് മിക്കവാറും 2:30 ക്ലാസ് വരുന്നത്. കാരണം നിങ്ങളുടെ ഡിപ്ലോമ ക്ലാസ്സിനെ ബാധിക്കാത്ത ടൈമിൽ വെക്കണമല്ലോ. അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും. ഡിപ്ലോമയ്ക്ക് അപ്പോൾ ക്ലാസ് ഉണ്ടാവോ? എന്തോ ഡിപ്ലോമയ്ക്ക് ആ ടൈമിൽ ക്ലാസ് ഉണ്ടാവോ? കാരണം ഡിപ്ലോമയുടെ പോർഷൻ തീർന്നിട്ടില്ലല്ലോ. പാർട്ട് 3ഉം പാർട്ട് 4ഉം ഉണ്ടല്ലോ, അത് തീരണ്ടേ? അത് നടക്കും. വേറൊരു ടൈം സ്ലോട്ടിൽ PGയുടെ എക്സ്ട്രാ ക്ലാസ്, PGയുടെ ക്ലാസ്സും വരും. ഓക്കെ ഓക്കെ മാം. ബൈ. ഇന്നത്തെ ക്ലാസ്സിൽ മാം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. മാമിന് ഒത്തിരി ഡൗട്ട്സ് വെച്ച് ബുദ്ധിമുട്ടിച്ചു. ഇനിയും ഡൗട്ട്സുകൾ ഉണ്ടാവും. പക്ഷെ മാം വളരെ ഹംബിൾ ആയിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങളെല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് മാം. ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തുന്ന മാമിന് ഒത്തിരി ഒത്തിരി നന്ദി. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിസ്.